റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും എഫ് എക്സ് ഓഫ് എക്സ് വൈ അതുപോലെ എഫ് ഐ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുക അത് ഇക്വേറ്റ് ടു 0 കൊടുക്കുക ഇനി എന്ത് ചെയ്യണം ഡി എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിൾ കണ്ടുപിടിക്കണം ഓരോ ക്രിട്ടിക്കൽ പോയിന്റിന്റെയും ഡി കണ്ടുപിടിക്കണം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സ് എസ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു എഫ് ഐ വൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് ഇനി ഈ ഡിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോയും എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോയും ആണെങ്കിൽ നമുക്ക് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ എന്താണ് റിലേറ്റീവ് മിനിമം ആണ് ഉണ്ടാവുക ഇനി ഡി ഗ്രേറ്റർ ദാൻ സീറോയും എഫ് എക്സ് എക്സ് ലെസ് ദാൻ സീറോയും ആണെങ്കിൽ എഫ് ഹാസ് റിലേറ്റീവ് മാക്സിമം അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇനി ഡി ലെസ് ദാൻ സീറോ ആണെങ്കിൽ ആ പോയിന്റ് എന്താണ് സാഡിൽ പോയിന്റ് എന്നാണ് പറയുക ഇനി ഡി ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഒരു കൺക്ലൂഷനും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാം ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3xy സ്ക്വയർ മൈനസ് 15x സ്ക്വയർ മൈനസ് 15y സ്ക്വയർ പ്ലസ് 72x എന്നാണ് അതായത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3xy സ്ക്വയർ മൈനസ് 15x സ്ക്വയർ മൈനസ് 15y സ്ക്വയർ പ്ലസ് 72x എന്നാണ് ഓക്കെ ഇതിലെ ആദ്യം നമ്മൾ എന്താ ചെയ്യുക എഫ് എക്സ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ പ്ലസ് ഇതെന്താവും 3xy സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ 3y സ്ക്വയർ മൈനസ് 15 ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 72xന്റെ 72 which is equal to 3x square plus 3y square minus 30x plus 72. Okay. Fy of xy which is equal to 3xy square. അപ്പോൾ 3xy square derivative എന്താ 3x into 2y minus 15 into y square derivative 2y that is 6xy മൈനസ് 30y കിട്ടും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം എഫ് വൈ ഓഫ് എക്സ് വൈ അതുപോലെ തന്നെ എന്ത് ചെയ്യണം എഫ് എക്സ് ഓഫ് എക്സ് വൈ ഒക്കെ ഈക്വൽ ടു 0 കൊടുത്താലേ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുള്ളൂ പിന്നെ എനിക്ക് 6xy മൈനസ് 30y ഈക്വൽ ടു 0 എന്ന് എഴുതാം ഓക്കെ അതിൽ നിന്ന് 6y ഞാൻ കോമൺ എടുക്കുകയാണെങ്കിൽ എന്തെന്നാവും എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്നാവും അല്ലേ അപ്പൊ 6y ഈക്വൽ ടു 0 ഓ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് വരും അതായത് എക്സിന്റെ വാല്യൂ എന്താണ് 5 ആണ് വൈയുടെ വാല്യൂ എന്താണ് 0 ആണ് ഓക്കെ ഇനി ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം മറ്റേതിൽ അപ്ലൈ ചെയ്യാം അതായത് നിങ്ങളുടെ എഫ് എക്സ് എന്താണ് 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ മൈനസ് 30x പ്ലസ് 72 ആണ് വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 0 ആണ് അല്ലേ അപ്പൊ ഇതിൽ y ഈക്വൽ ടു 0 കൊടുക്കുക അപ്പൊ എന്തെന്നാവും 3x സ്ക്വയർ മൈനസ് 30x പ്ലസ് 72 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ 3 കോമൺ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 24 ഈക്വൽ ടു 0 എന്ന് കിട്ടും അതായത് എക്സിന്റെ വാല്യൂ 46 ഇത് നേരെ കാൽക്കുലേറ്ററിൽ കൊടുത്താലും മതി കേട്ടോ ഓക്കെ ഇനി എന്ത് ചെയ്യാം അപ്പൊ y ഈക്വൽ ടു 0 കൊടുത്ത പോലെ തന്നെ x ഈക്വൽ ടു 5 കൊടുത്തു നോക്കുക ഓക്കെ അപ്പൊ നമ്മുടെ എഫ് എക്സ് ഈക്വൽ ടു എന്താണ് എഫ് എക്സ് ഈക്വൽ ടു നമുക്ക് 3x സ്ക്വയർ മൈനസ് 30x മൈനസ് 30x then 3x സ്ക്വയർ പ്ലസ് 3y സ്ക്വയറും കൂടി ഇതില്ലേ പ്ലസ് 3y സ്ക്വയർ മൈനസ് 30x പ്ലസ് 72 ഓക്കെ ഇതാണ് വാല്യൂ ഇനി എന്ത് ചെയ്യണം എക്സ് ഈക്വൽ ടു 5 കൊടുത്തു നോക്കുക ഓക്കെ അതായത് 5 സ്ക്വയർ ഇൻറ്റു 3 25 ഇൻറ്റു 3 ആ 75 മൈനസ് 30 ഇൻറ്റു 5 150 പ്ലസ് 3y സ്ക്വയർ പ്ലസ് 72 ഇസ് ഈക്വൽ ടു 0 ആണ് ഓക്കെ 75 1 ഇത് മൈനസ് 75 പ്ലസ് 72 മൈനസ്
അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -3 + 3y² = 0 എന്ന് വരും. 3y² = 3 എന്ന് കിട്ടും. അപ്പൊ y = ±1 കിട്ടും അല്ലേ? അതായത് ഇതിൽ y² = 1 കിട്ടും, y = ±1 കിട്ടും. അപ്പൊ നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതാ? ആദ്യം ഇത് x-ന് 5 കൊടുത്തു എന്ന് വിചാരിക്കേ. അപ്പൊ y 1 ആണ്, അതുപോലെ തന്നെ -1 ആണ്, രണ്ട് വാല്യൂസ് ഉണ്ട്. ഇനി നമുക്ക് പിന്നെ കിട്ടിയിട്ടുള്ള വാല്യൂ ഏതാണ്? y0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് x4ഉം x6ഉം കിട്ടിയിട്ടില്ലേ അല്ലേ? അപ്പൊ 4 0 6 0 അല്ലേ? കറക്റ്റ് അല്ലേ? 5 കൊടുത്ത സമയത്ത് 1 -1 എന്നാണ് y കിട്ടിയത്. ഇനി y0 കൊടുത്തപ്പോ x-ന്റെ വാല്യൂ 4ഉം 6ഉം ആണ് കിട്ടിയത്. അപ്പൊ 4 0 6 0 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആക്കിയിട്ട് കിട്ടി. ഇനി നിങ്ങൾക്ക് വേണ്ടത് f(x(x) അറിയണം. f(x(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും കൂടി വീണ്ടും ഡെറിവേറ്റീവ് എടുക്കല്ലേ? 3x² ഡെറിവേറ്റീവ് 3 × 2x - 30 അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 6x - 30 എന്നാണ് വരുന്നത്. ഇനി fxy ഈ കിട്ടിയതിനെ y കൊണ്ട് ചെയ്താൽ പോരെ? അപ്പൊ ഏതാ വരുന്നത്? 3 × 2y ദാറ്റ് ഈസ് ഈക്വൽ ടു 6y എന്ന് വരും. ഇനി fyy ദാറ്റ് ഈസ് ഈക്വൽ ടു fy എന്തായിരുന്നു? y എന്ന് വെച്ചാൽ 6xy - 30y. അപ്പോ 6x - 30 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ എല്ലാ വാല്യൂസിലും എന്ത് ചെയ്യണം? d കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിവിടെ ടേബിൾ ആക്കിയിട്ട് വരയ്ക്കാം. ക്രിട്ടിക്കൽ പോയിന്റ് 4 0 6 0 5 1 5 -1. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് fxx that is 6x - 30 ആണ്. ഇനി fyy അതെന്താണ്? 6x - 30 ആണ് അല്ലേ? ഇനി fxy which is equal to 6y ആണ്. ഇനി നിങ്ങൾ d കണ്ടുപിടിക്കണം. d equal to fxx fyy minus fxy സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എഴുതാം. അപ്പൊ നമുക്ക് വരുന്നത് 4 0-ല് 6 × 4 24 - 30 that is -6. ഇനി ഇവിടെ 6 6 36 - 30 6 30 - 30 0 0. ഓക്കെ, ഇനി fyy ഇതേ സെയിം വാല്യൂ അല്ലേ കിട്ടുക? -6 6 0. ഇനി 6y ഇവിടെ എന്താ? 6 × 0 0 6 × 0 0 6 × 1 6 6 × -6. ഇനി d യുടെ വാല്യൂ എന്താണ്? -6 × -6 36. അപ്പൊ ഇവിടെ d 36 ആണ്. ഇത് 6 × 6 വീണ്ടും 36 ആണ്. ഇത് 0 -36 ആണ്. ഇത് എന്ത് തന്നെയാണ് കിട്ടുക? -36. ഓക്കെ, അപ്പോ ആദ്യത്തെ ടേം നോക്കി നോക്ക്. fxx < 0-യും d > 0-യും ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടാവുക? മാക്സിമം അല്ലേ? റിലേറ്റീവ് മാക്സിമം. ഇനി ഇത് 6 ആണ്, അതായത് fxx < 0-യും d > 0-യും ആണെങ്കിൽ എന്താണ്? റിലേറ്റീവ് മിനിമം ആണ്.
ഇനി d ലെസ് ദാൻ 0 വന്നു കഴിഞ്ഞാൽ എന്താ സാഡിൽ പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് എന്തെന്ന് എഴുതാം? റിലേറ്റീവ് മാക്സിമം at 4,0 and relative minimum at 6,0 and saddle points are 5,1 and 5, -1 ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആ പോയിന്റ്സ് മാക്സിമം അല്ലെങ്കിൽ മിനിമം നടക്കുന്ന പോയിന്റ്സ് ആണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ക്യൂബ് പ്ലസ് 3xy² മൈനസ് 15x² മൈനസ് 15y² പ്ലസ് 72x ആണ്. ഓക്കെ, മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം എപ്പോഴാണ്? 4,0 അവിടെ കൊടുക്കുക. ദാറ്റ് ഈസ് 4³ പ്ലസ് 3 into 4 into 0² minus 15 into 4² minus 15 into 0² plus 72 into 4. ഓക്കെ, ആ 40 എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 112 എന്ന് കിട്ടി. ഓക്കെ, ഇനി മിനിമം വാല്യൂ ഈസ് ഏതാ മിനിമം വാല്യൂവിന്റെ പോയിന്റ്? 60 6,0 which is equal to now 6³ minus 15 into 6² plus 72 into 6. Okay, that is equal to 108.